ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. തമിഴിൽ ഉയിരെഴുത്തുക്കൾ എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ചത്, അതായത് സ്വരാക്ഷരങ്ങൾ. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കുന്നത്. അതായത് മലയാളത്തിൽ വ്യഞ്ജനാക്ഷരങ്ങളെന്ന് പറയും, അതിനെ തമിഴിൽ ഉയർമെയ് എഴുത്തുക്കൾ എന്നാണ് പറയുന്നത്. ഉയർമെയ് എഴുത്തുക്കൾ. ഇപ്പോൾ മലയാളത്തിൽ നമുക്ക് കായ്ക്ക കായ്ക്കങ്ങ, ചായ്ച്ച ചായ്ച്ചഞ്ഞ, ഡൈഠ ഡൈഠണ, തായ്ത്ത തായ്ത്തന, ഭായ്പ ഭായ്പമ, യാ രാ ലാ വ ഷ ഷ സ ഹ ള ഴ റ. നമുക്ക് ഇത്രയും അക്ഷരങ്ങളുണ്ട്. പക്ഷേ തമിഴിൽ ഇത്ര അക്ഷരങ്ങളൊന്നുമില്ല. തമിഴിൽ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മളിപ്പോൾ കാ എഴുതിയല്ലോ, കായുണ്ട്. കായിനെ ഏകദേശം കാ പോലെയാണ് എഴുതുന്നത്. ഇങ്ങനെയാണ് കാ എഴുതുന്നത്, ഇങ്ങനെയാണ്. പിന്നെ കാ, ഇക്ക, ഗ, ഇക്ക ഈ 3 അക്ഷരങ്ങളും ഇല്ല. അതിന് പകരം ഇപ്പം കാ എഴുതി ങ്ങായുണ്ട്. കാ, ങ്ങ. കായുമുണ്ട്, ങ്ങായുമുണ്ട്. കാ, ങ്ങ. അതേപോലെ തന്നെയാണ് ചായുണ്ട്. ച ദാ ഇങ്ങനെയാണ് എഴുതുന്നത്. ഞാൻ പറയുന്ന കാട്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ച ദാ ഇങ്ങനെയാണ് എഴുതുന്നത്, ച. അടുത്ത് ഞാ ദാ ഇങ്ങനെയാണ് എഴുതുന്നത്, ച, ഞ. ക, ങ, ച, ഞ. അടുത്ത് ഡ ദാ ഇങ്ങനെ, ഇത് ഡ. അടുത്ത് ണ, ഇതാണ് ണ. ക, ങ, ച, ഞ, ഡ, ണ. അടുത്ത് ത ഇങ്ങനെയാണ് എഴുതുന്നത്. ക പോലെ വന്നിട്ട് താഴോട്ടൊരു വള്ളി പോലെ, ത. അടുത്ത് ന, ത, ന. അടുത്ത് പ ഇങ്ങനെയാണ്, പ. അടുത്ത് പ, മ. നമുക്കൊരിക്കൽ കൂടെ എഴുതി നോക്കാം. ക, ങ, ച, ഞ, ഡ, ണ, ത, ന, പ, മ. ഇത്ര അക്ഷരങ്ങളുണ്ട്. പിന്നെ നമുക്ക് യാരാലാവ എങ്ങനെയാണെന്ന് നോക്കാം. യാ ദാ ഇങ്ങനെയാണ് എഴുതുന്നത്, യാ. ര ഇങ്ങനെയാണ്, ര. ല എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ല, വ. ഷ വന്നിട്ട് ദാ ഇങ്ങനെയാണ് എഴുതുന്നത്, ഷ, ഷ. ഈ ഷ ദാ ഇങ്ങനെ, ഷ, സ. ഈ സായും ചായും ഒരേപോലെയാണ് തമിഴിൽ, ഒറ്റ അക്ഷരമാണ്. ചായയ്ക്കും ഇങ്ങനെ തന്നെയാണ്, സായ്ക്കും ഇങ്ങനെ തന്നെയാണ്. സ, ഹ. ഹ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഹ ദാ ഇങ്ങനെയാണ് എഴുതുന്നത്. അടുത്ത് ള, പിന്നെ ഴ, പിന്നെ റ. മനസ്സിലായല്ലോ? ഞാൻ പറയുന്നതിനെക്കാട്ടിൽ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ മലയാളത്തിൽ നായുണ്ടല്ലോ, ഇതിന് നായ് എന്നും തമിഴിൽ വായിക്കും. നായ്ക്ക് നമ്മൾ എന്നും നായ് എന്നും എഴുതുമ്പോൾ ഈ നാ തന്നെയാണല്ലോ എഴുതുന്നത്. അതേപോലെ തന്നെയാണ് ഇവർ നായ്ക്ക് ഇങ്ങനെ എഴുതാറുണ്ട്. ഇത് നായാണ്. നമ്മൾ നാ എന്ന് ഉച്ചരിക്കുമ്പോഴും നായ് എന്ന് ഉച്ചരിക്കുമ്പോഴും ഈ നാ അല്ലേ എഴുതുന്നത്. അതേപോലെ തമിഴിൽ പക്ഷേ ഇത് രണ്ടായിട്ടാണ് എഴുതുന്നത്. നാ എന്ന് ഉച്ചരിക്കുമ്പോൾ ഇതെന്നും, നാ എന്ന് ഉച്ചരിക്കുമ്പോൾ ഇതുമാണ് എഴുതുന്നത്. മനസ്സിലായല്ലോ?
ഒരിക്കൽ കൂടെ നോക്കണേ. നമുക്ക് കാങ്ങ ചാഞ്ഞ എഴുതി നോക്കാം. ക ങ ച ഞ ഡ ന ത ന പ മ യ ര ല വ ഴ ള റ ന. ഈ ഉയർമ നമ്മുടെ കായ്ക്കങ്ങ എഴുതിയത് കൊണ്ട് മൊത്തത്തിൽ വരുന്നത് കൊണ്ട് ഞാൻ അതിലുള്ള അക്ഷരങ്ങൾ മൊത്തത്തിലൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. അല്ലാതെ ഉയർമ എഴുത്തുക്കൾ, അതായത് വ്യഞ്ജന അക്ഷരങ്ങൾ എന്ന് പറഞ്ഞ് എഴുതുന്നത് ഇത്രയേ ഉള്ളൂ. ക ങ ച ഞ ഡ ണ ത ന പ മ യ ര ല വ ഴ ള റ ന. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.